പൂവിളി പൂവിളി പൊന്നോണമായി നീ വരൂ പൊന്നോണത്തുമ്പി. പൂവിളി പൂവിളി പൊന്നോണമായി നീ വരൂ പൊന്നോണത്തുമ്പി. ഈ പൂവിളിയിൽ മോഹം പൊന്നിൻ മുത്തായി മാറ്റും പൂവയലിൽ നീ വരൂ ഭാഗം വാങ്ങാൻ. കർക്കിടകം പെയ്തു തോർന്ന് ചിങ്ങവേൽ തെളിഞ്ഞു തുടങ്ങിയാൽ മലയാളികൾക്ക് സമൃദ്ധിയുടെ ഓണക്കാലമാണ്. പൂക്കളത്തിൽ വിരിഞ്ഞൊരു വർണ്ണചിത്രം പോലെ കഥകളിലും പാട്ടുകളിലും ഓർമ്മകളിലും തലമുറകളെ ബന്ധിപ്പിക്കുന്ന മഹോത്സവം. എത്രയെത്ര മധുരമുള്ള ഓർമ്മകളായിരിക്കും ഓരോ മലയാളികൾക്കും പറയാനുണ്ടാകുക. തുമ്പയും മുക്കുറ്റിയും കണ്ണാന്തളിയും കാക്കപ്പൂവും മിഴി തുറന്ന തൊടിയും നാട്ടുവഴികളും വയൽവരമ്പും ഓണസദ്യയും ഓണപ്പാട്ടും ഊഞ്ഞാലാട്ടവുമെല്ലാം മലയാളികൾക്കെല്ലാം ഗൃഹാതുരമായ ഓർമ്മകളാണ്. വസന്തകാലത്തിന്റെ മധുരസ്മൃതികളുമായി പൊന്നിൻ ചിങ്ങമാസത്തിൽ ഒരു പൊന്നോണക്കാലം കൂടി വന്നു ചേർന്നു. നാം ഇന്ന് പോകുന്നത് പഴയ ഓണക്കഥകൾ തേടിയുള്ള ഒരു യാത്രയ്ക്കാണ്. കാലത്തിന്റെ തിരശീലകൾ പോയിട്ടും ഇന്നും പുതുമയും പച്ചപ്പും നിറഞ്ഞിൽക്കുന്ന ഓർമ്മകളുടെ വഴിയിലൂടെ അന്നത്തെ ഓണത്തിന്റെ ഓർമ്മകളിലേക്ക് ഒരു മനോഹര യാത്ര. ഓണം നന്മയുടെ ഓർമ്മകൾ കൂടിയാണ് മലയാളികൾക്ക്. ഓർമ്മയിലെ ഓണം പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ഓണം ഓർമ്മകൾ പങ്കുവയ്ക്കാൻ ഇന്ന് നമ്മോടൊപ്പമുള്ളത് മോഹനൻ ചേട്ടനും സുലോചന ചേച്ചിയുമാണ്. മോഹന ചേട്ടനും സുലോചന ചേച്ചിക്കും ഓണാശംസകൾ. വൈത്തൂർ യു പി സ്കൂളിലെ കുട്ടികളുടെ ഓർമ്മയിലെ ഓണം പ്രോഗ്രാമിലേക്ക് സ്വാഗതം. നിങ്ങളുടെ കുട്ടിക്കാലത്തെ ഓണം എങ്ങനെയായിരുന്നു എന്ന് പങ്കുവെക്കാമോ? എൻ്റെ കുട്ടിക്കാലം എന്ന് പറഞ്ഞാൽ ഈ മലയോര മേഖലയിൽ റോഡ് സൗകര്യങ്ങളോ പന്തോട് പാലമോ ഒന്നും ഇല്ല, വാഹനങ്ങളില്ലാത്തൊരു കാലഘട്ടമാണ്. അന്ന് ഞാൻ നെല്ലിക്കമ്പുഴി LP സ്കൂളിൽ, ഉളിക്കൽ UP സ്കൂളിൽ, വൈത്തൂർ ഹൈസ്കൂളിലാണ് പഠിച്ചത്. അപ്പം നമ്മുടെ ചെറുപ്പകാലത്ത് പൂക്കളൊക്കെ ഇടാനായിട്ട് ഇന്നത്തെ കാലത്തെ പോലെ വരവ് പൂക്കളോ മറ്റുള്ളതൊന്നുമില്ല. എല്ലാ തൊടികളിലും ഒക്കെ പോയി ഇന്ന് കുഞ്ഞുമക്കൾ കാണാത്ത അനവധി പൂക്കൾ, ഇന്ന് അന്യം നിന്ന പോലെയുള്ള ധാരാളം പൂക്കൾ അന്ന് കിട്ടുമായിരുന്നു. ആ പൂക്കളൊക്കെ ശേഖരിച്ചുകൊണ്ടാണ് ഞങ്ങൾ പൂക്കളമൊക്കെ ഇട്ടിരുന്നത്. കാക്കപ്പൂവ്, പിന്നെ ചെണ്ടുമല്ലി, അതുപോലെ ഈ ചീരച്ചെടിയുടെ, ഈ ചെണ്ടുമല്ലിയുടെ തന്നെ വെള്ളപ്പൂവും ചുവന്ന പൂവും ഒക്കെ ആയിട്ട് പൂക്കളുണ്ട്. നമുക്ക് ഒരു പൈസ കൊടുക്കണം. അതുപോലെ തന്നെ നമ്മൾ ഈ വെണ്ടപ്പൂ പോലത്തെ ഒരു പൂവുണ്ട്, വലിപ്പമുള്ള മഞ്ഞ നിറത്തിലുള്ള ഒരു പൂവും കാശ് കൊടുത്ത്, ചെമ്പരത്തി, കാശ് കൊടുത്ത് ഒരു പൂവ് അന്നത്തെ കാലം വാങ്ങിക്കുന്നില്ല. ബന്ദി, പിന്നെ ബോൾസ്, ഈ സാധനങ്ങളൊക്കെ നമ്മുടെ വീടുകളിൽ തന്നെ ഉണ്ട്. ശംഖുപുഷ്പം, എല്ലാ നിറത്തിലുള്ള പൂക്കളും നമ്മളിവിടെ വീടുകളിലുണ്ടാവും. ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തിൽ അത്തമ്മവന് പൂവിടുമെങ്കിലും അത്തമ്മവന് പൂക്കളം ഇടും. അത് ചെറുതായിട്ടിട്ട് അത് തിരുവോണ ദിവസം ആകുമ്പോഴത്തേക്കും ഉത്രാടത്തെ നാള് വൈകിട്ട് അന്ന് ഉത്രാടത്തിൻ്റെ അന്ന് ഇട്ട പൂവ് വൈകിട്ടാകുമ്പോൾ അത് മാറ്റിയിട്ട് തിരുവോണത്തിൻ്റെ പൂക്കളം അന്ന് വൈകുന്നേരമാണ് ഇടുക. തിരുവോണത്തിന് അന്ന് രാവിലെ സാധാരണ പൂവ് ഇട്ട് കണ്ടിട്ടില്ല. ഞങ്ങൾ ചേമ്പിലയിൽ തോടിൻ്റെ കരക്കൂടിയൊക്കെ പോയി കാക്കപ്പൂവ്, കൊങ്ങിണിപ്പൂവ്, അങ്ങനെ കിട്ടുന്ന പൂവെല്ലാം പറിച്ച്, ഇഷ്ടംപോലെ പൂവുണ്ട് ഇന്ന് പറമ്പ് വഴി, കൂട്ടായി വന്ന് പൂവിടും. പൂ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് തന്നെ ഈ പൂക്കട്ട എന്ന് പറഞ്ഞ ഒരു സാധനം കുഴൽ പോലിൻ്റെ ആകൃതിയിൽ ഓരമുണ്ട്. നമ്മൾ കൂടെ എന്നൊക്കെ ഉദ്ദേശിക്കുന്ന രീതി. കൂടാതെ തനത് ഭക്ഷണങ്ങൾ, അന്നത്തെ കാലം പാക്കറ്റ് സാധനങ്ങൾ ഒന്നുമില്ല. എല്ലാം വീടുകളിൽ അമ്മമാർ അരച്ചും ഇടിച്ചു പൊടിച്ചും ഒക്കെ ആക്കി നെല്ല് കുത്തി ഉണ്ടാക്കി. ഇന്നത്തെ ഒരു പ്രത്യേകതയും കൂടി ഉള്ളത്, നമ്മൾ സഞ്ചിക്കാത്ത സാധനം വാങ്ങിച്ചു കൊണ്ടുവരുമല്ല, മറിച്ച് ഇളവിത്ത് കൃഷി ഉണ്ടാകും ഓണാകുമ്പം. അപ്പം പുന്നലിൻ്റെ ചോറൊക്കെ ആണ് അതിന് വെക്കുക. നമ്മുടെ പറമ്പുകളിൽ കൃഷി ചെയ്യുന്ന ഒരുപാട് സാധനങ്ങൾ അതൊക്കെയാണ് കറിക്കൊക്കെ ആയിട്ട് കൂടുതൽ എടുക്കുന്നത്. നമ്മുടെ ചെറുപ്പത്തിലൊക്കെ എന്ന് പറഞ്ഞാൽ എത്ര സൈസ് നെല്ല്, ചെങ്കീരി, ഞവര, കറുത്തടുക്കൻ, ഇങ്ങനെയുള്ള ഇളവിത്തുകൾ, മൂപ്പ് കുറഞ്ഞ വിത്തുകൾ കൃഷി ചെയ്യും.
ഇത് കൊയ്ത് മെതിച്ച് ഇത് ഇല്ലാത്ത ആൾക്കാർ ഇത് പൊലിവിനെന്ന് പറഞ്ഞാൽ ലാഭത്തിനല്ല, മുറിച്ച് ഇത് 10-20 സേറ് മേടിച്ചു കൊണ്ടുപോയിട്ട് മഴക്കാലമാണെങ്കിൽ ഇത് പുഴുങ്ങി, ഒരു പുഴുക്ക് പുഴുങ്ങി വറുത്ത് നമ്മുടെ ഉള്ളിൽ കുത്തി ആ കഞ്ഞി വെക്കും. ആ കഞ്ഞിയുടെയൊക്കെ ടേസ്റ്റ് ഇന്നുള്ള ഒരു അരിക്കും കിട്ടത്തില്ല. ഒരാൾക്ക് ഇപ്പം ഏറ്റവും വില കൂടിയ ബസുമതി അരിക്ക് പോലും ആ ടേസ്റ്റ് കിട്ടത്തില്ല. അത്രയുള്ള അരികൾ ടേസ്റ്റാണ്. അന്നത്തെ ആ അരിക്കൊക്കെ നമ്മൾ ചോറ് വെച്ച് കഴിച്ചാലൊക്കെ ഉള്ള വില കൊടുത്ത് മേടിക്കുന്നത് എന്ന് പറഞ്ഞാൽ നല്ല തക്കാളിയോ സവോള ഉപയോഗം കുറവാണ്. ചെറിയുള്ളിയൊക്കെ കൂടുതൽ ഉപയോഗിക്കുന്നത്. എൻ്റെ അമ്മ ഇത് രാത്രിയിലൊക്കെ ചെയ്യുന്ന അവസരത്തിൽ കറണ്ടൊന്നുമില്ല, ഓട്ടുവിളക്കുണ്ട്, പുഴയുള്ള ഓട്ടുവിളക്കിൽ മണ്ണെണ്ണ ഒഴിച്ചിട്ട് ഞാനാണ് എൻ്റെ അമ്മയുടെ കൂട്ടത്തിൽ അന്നത്തെ കാലം കൂടി ഞാനിപ്പോഴും ഓർക്കുന്നത്. അരകലിൻ്റെ അടുത്ത് ഇങ്ങനെ വിളക്ക് കാണിച്ച് പിടിച്ചിട്ട് അരച്ച് ഉണ്ടാക്കുന്ന ഭക്ഷണമാണ് ഉപയോഗിക്കുന്നത്. നിലത്ത് പായ ഇട്ടിട്ട് ആ പായലിരുന്നാണ് സദ്യ വിളമ്പുക. സൗകര്യങ്ങളും അത്രയൊക്കെ ഉള്ളൂ. പാ മടക്കി ഇട്ടിട്ട് പായലിരുന്ന് ഇല ഇട്ടിട്ടാണ് സദ്യ വിളമ്പുക. അന്ന് കരിയ എന്തെങ്കിലുമൊക്കെ എള്ള് കൃഷി ചെയ്യുന്ന ചണ്ടി സൂക്ഷിച്ച് വെച്ചിട്ട് അത് കരിച്ച് ചാണകം കൂട്ടി വീട് മെഴുകും. മൂലത്തുന്നാളൊക്കെ ആയിട്ടാണ് അത് മെഴുകുക. അതുപോലെ തന്നെ വീട്ടിലെ എല്ലാം വൃത്തിയാക്കി സൗകര്യമാക്കും. ഓണക്കോടി എല്ലാവർക്കൊന്നും എടുക്കുകയല്ല, ചെറിയ കുട്ടികൾക്കൊക്കെ ആയിട്ട് ഓണക്കോടി എടുക്കും. മൊത്തത്തിലൊക്കെ ഓണക്കോടി ആരും പൊതുവിൽ എടുക്കലില്ല. കുഞ്ഞു കുട്ടികൾക്കൊക്കെ ധാരാളം ഓണക്കോടി എടുക്കും. അന്നൊക്കെ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ചെറുപ്പത്തിലൊക്കെ ഓണം കഴിഞ്ഞാൽ ഈ ഇളവിത്തൊക്കെ വിതച്ച പറമ്പത്തൊക്കെ ഞങ്ങൾ ധാരാളം കളികൾ, കബഡി കളി, അതുപോലെ കിളികളി, തലപ്പന്ത് കളി, ഇതൊക്കെ നടത്തലുണ്ട്. അതോടൊപ്പം തന്നെ ഇന്നത്തെ ക്രിക്കറ്റിന്റെ പ്രാഗ്രൂപമായ കുട്ടിയും കോലും കളി, അതൊക്കെ ഞങ്ങളുടെ ചെറുപ്പത്തിൽ അതൊക്കെയാണ് ഞങ്ങൾ നടത്തിക്കൊണ്ടിരുന്നത്. അതിനൊക്കെ എല്ലാ ഭാഗത്തു നിന്നുള്ള കുട്ടികളൊക്കെ വന്ന് ഞങ്ങൾ അടിച്ചു പൊളിച്ച ആ ഒരു കാലഘട്ടം അതൊന്നും ഇനി തിരികെ വരുമെന്ന് ഒരിക്കലും വിചാരിക്കാൻ പറ്റില്ല. പിന്നെ കൊത്തങ്കല്ല് കളിക്കും, അവർക്കൊക്കെ പ്രധാനം അങ്ങനെയാണ്. പിന്നെ ഊഞ്ഞാലാടും, അത് പറയാൻ പറ്റുമോ? ഊഞ്ഞാല് കെട്ടിയിട്ട് ഊഞ്ഞാലാടും. ഉറുമ്പിന് കൊടുക്കും, ഈച്ചയ്ക്ക് ഉറുമ്പിന് എല്ലാവർക്കും ഓണത്തിന് ഉറുമ്പിന് കൊടുക്കുക എന്നൊരു പരിപാടിയുണ്ട്. അത് നമ്മുടെ വീട്ടിലേക്ക് ഉറുമ്പിന്റെ ശല്യം ഉണ്ടാവാതിരിക്കാന് അരി വറുത്ത് തേങ്ങയും വെല്ലവും കൂടി കൂട്ടി മിക്സാക്കി നറുക്കല എടുത്തിട്ട് നറുക്കലയിൽ വെച്ച് സന്ധ്യയോട് വൈകിട്ടാണ് അത് വെക്കുക. ഒരു തിരിയും കത്തിച്ച് ഇത് കുറച്ച് വാരി വെച്ചിട്ട് വീടിൻ്റെ മൂലകൾ ഉള്ള ഭാഗത്ത് അങ്ങനെ കൊടുക്കുന്ന ഒരു സംവിധാനമുണ്ട്. ഓണത്തിന്റെ ഓർമ്മകൾ പങ്കുവച്ചൊരു മനോഹര യാത്രയായിരുന്നു ഓർമ്മയിലെ ഓണം. മണ്ണിന്റെ മണമുണർത്തി പഴമയുടെ പാട്ടുപാടി തലമുറകളുടെ അനുഭവങ്ങൾ കേട്ടും ഓർമ്മകളുടെ മാധുര്യവും നിറഞ്ഞ ദിവസമായിരുന്നു ഇന്ന്. ഏവർക്കും ഓണാശംസകൾ.